പിന്നെ പൊതുവെ ഒരു നമ്മുടെ യൂത്ത് അധികം യോഗയിലേക്ക് വരുന്നില്ല എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്റ്റുഡൻസ് തന്നെ ഒത്തിരി പേര് അത് മോർണിംഗ് ബാച്ചിൽ വരുന്നുണ്ട്. ആൾക്കാരോട് നമ്മൾ ബെഡിലിരുന്ന് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേണമെങ്കിൽ സൂര്യ നമസ്കാരം വരെ ബെഡിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കോൺസിക്വൻസ് നമുക്ക് അറിയാമല്ലോ. അവരുടെ കൺസേൺ യോഗ ചെയ്ത വണ്ണം കുറയോ. ഞാൻ എന്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ കുറെ പറയാറുണ്ട്. എന്റെ പഴയ പിക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ പേർക്കൊക്കെ ഇപ്പോഴും അതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം, അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ദഹനക്കേടും കാര്യമൊക്കെ ആയിട്ട് ഉറക്കം പോകും. പക്ഷെ ഈ ശീലം അവർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ആ ക്ഷീണം കാരണമാണ് എത്ര വൈകില്ല അല്ലെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങ് പോരുന്നതൊക്കെ. നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗ ഇൻ എവരിഡേ ലൈഫിനെ കുറിച്ചാണ്. സോ യോഗ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാർട്ടായിട്ട് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വ്യക്തി യോഗ കൊണ്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണം വരുമായിരിക്കും? ഏറ്റവും മെയിൻ ആയിട്ട് യോഗ കൊണ്ട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ നമുക്കിപ്പോൾ ഓരോ അസുഖങ്ങളില്ലേ, അതിന് പറ്റിയ ആസനങ്ങളുണ്ട്. ഇപ്പം ഡയബറ്റീസിന് പറ്റിയ കുറേ സെറ്റ് ഓഫ് ആസനാസ് ഉണ്ട്, PCODക്ക് പറ്റിയതുണ്ട്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഡിസീസിൽ നിന്നൊരു ക്യൂർ എന്നുള്ള രീതിയിൽ പോകാൻ പറ്റും. ഈ യോഗയൊക്കെ ഇപ്പം ഇങ്ങനെ തെറാപ്യൂട്ടിക് ലെവലിൽ നമ്മൾ കൊടുക്കുമല്ലേ, അപ്പം അത് ഏതൊക്കെ ലെവലിലായിരിക്കും നമ്മൾ പോകേണ്ടി വരുന്നത്? ഇപ്പൊ ബിഗിനർ ആയിട്ട് ഒരാൾ വരുവാണ്, അപ്പൊ അയാൾക്ക് നമ്മളിപ്പോ യോഗ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ സത്യയോഗയിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് ഒരുപാട് കണ്ടീഷനും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്ക് നമ്മൾ യോഗ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ഉള്ളൊരു രീതി കാണത്തില്ല, യോഗ എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനെ ഒരു തോട്ട് വരും. പക്ഷെ നമ്മളിപ്പോ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണമല്ലോ, അതായത് യോഗ എല്ലാവർക്കും പറ്റുമെന്ന്. സോ അപ്പം നമുക്ക് അവർക്ക് ഒരു തെളിവ് കൊടുക്കുന്ന പോലെ പറയാം, നമ്മുടെ ലൈഫ് തന്നെ വെച്ച് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം ആദ്യം നമ്മുടെ ഇപ്പം സത്യയോഗയിൽ ഒരാൾ വരുന്ന ഉടനെ ആൾക്ക് ആദ്യം ബേസിക്, ഇപ്പം ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരാളാണ്, ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ആസനങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കും. ബാക്ക് പെയിൻ ഉള്ള ആളാണ് നമ്മുടെ സേതുബന്ധാസനൊക്കെ പോലത്തെ ആസനങ്ങൾ പറഞ്ഞ് ഒന്ന് സ്റ്റെബിലൈസ് എടുത്തിട്ട് പിന്നെ ജനറൽ ഗ്രൂപ്പിലേക്ക് കയറ്റി പിന്നീട് ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ഈ യോഗയ്ക്കകത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ നോക്കണം. അപ്പം ഈ മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഫുഡ് സ്റ്റൈല്. നമ്മൾ ഈ ഇടയ്ക്ക് പറഞ്ഞ ഒരു ടോപ്പിക്ക് ചർച്ച വന്നതായിരുന്നു, ഫുഡ് സ്റ്റൈല് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിനെ കുറിച്ചൊക്കെ. അപ്പം ശരിക്കും ഏത് ബെറ്റർ ടൈം ഉണ്ടായിരിക്കുമല്ലോ ഫുഡിനൊക്കെ വേണ്ടിയിട്ട്? ഉണ്ട്. ഇപ്പം യോഗ നമ്മൾ ഇപ്പം മോർണിംഗ് സെഷൻ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, കാരണം അവരെന്തായാലും എം ടി സ്റ്റൊമക്കിലായിരിക്കും വരുന്നത്. 6 to 7 ഒക്കെ ആകുമ്പോൾ എന്തായാലും എം ടി സ്റ്റൊമക്കിലായിരിക്കും. പിന്നെ 10 to 11 ബാച്ചിനോട് പ്രത്യേകം പറയും, ഹെവി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഒരു 3 hours എങ്കിലും കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ യോഗ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റ് ആണെങ്കിൽ ഒരു 1.5 hour എങ്കിലും വെയിറ്റ് ചെയ്യണം. ഈ രാത്രി ഭയങ്കര ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ബോഡിക്ക് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പൊ അതെല്ലാവരും മാറ്റേണ്ട കാര്യങ്ങളാണ്. അപ്പൊ രാത്രി അതിന് പകരം നമ്മൾക്ക് എന്ത് ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഫുഡ് കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് പ്ലേസ് ചെയ്യാൻ പറ്റും? അവിടെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും പറയും. കാരണം ഡയറ്റ് എന്ന് പറയുമ്പോഴേ പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പട്ടിണി അടക്കലാണ്. അപ്പം ആദ്യം നമുക്ക് അതാണ് മാറ്റിയെടുക്കേണ്ടത്, ആ ഒരു തെറ്റിദ്ധാരണ. അതായത് പട്ടിണി എടുക്കലല്ല, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കലാണെന്നുള്ള. അപ്പൊ ഈ രാത്രി മെയിൻ ആയിട്ട് ഇപ്പൊ നൈറ്റ് ലൈഫ് ഒക്കെ ഭയങ്കര കൂടി നിൽക്കുന്ന ടൈമാണ്, എല്ലാവരും അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഈ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ എത്രത്തോളം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കൺസേൺ എന്തെങ്കിലും? ഇല്ല, ആൾക്കാരെല്ലാം നല്ല എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ആൾക്കാരെല്ലാം ഫോളോ ചെയ്ത് കണ്ടുവരുന്നുണ്ട്. പിന്നെ പൊതുവെ ഒരു നമ്മുടെ യൂത്ത് അധികം യോഗയിലേക്ക് വരുന്നില്ല എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്റ്റുഡൻസ് തന്നെ ഒത്തിരി പേര് അത് മോർണിംഗ് ബാച്ചിൽ വരുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ആസനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് 6 മണിക്ക് തന്നെ ഇവിടെ എത്തുന്നവരുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ യോഗയുടെ കാര്യം തിരക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ ഉള്ളവര്. അവരുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതായത് ഇപ്പൊ പൊതുവെ ഈ ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കണ്ടതാ, അതായത് ഇപ്പം മറ്റേത് 9 to 5 ആയിരുന്നു വർക്കിംഗ് അവർ. ഇപ്പൊ ആ ഒരു സ്റ്റൈല് മാറിയിട്ട് 10 to 4 ആയി, അതായത് താമസിച്ച് വന്നിട്ട് നേരത്തെ പോകുന്നത്. അവർ കൂടുതൽ അവരുടെ ഹെൽത്തിൽ കോൺഷ്യസ് ആയിട്ട് വരുന്ന ടൈമാണ്. അപ്പൊ ഈ ടൈമൊക്കെ നമ്മുടെ യോഗ കൂടെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന നല്ലതാകും. ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു സ്ട്രെസ് റിഡക്ഷൻ എന്നുള്ള ഇതൊക്കെ നല്ല രീതിയിൽ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ അവർ യോഗ ചെയ്യുമ്പോൾ ഏറ്റവും അവർക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്താ കൂടുതൽ ആൾക്കാർ പറയുന്നത്? ബെനിഫിറ്റ് ആയിട്ട് എല്ലാവരും പറയുന്ന മെയിൻ കാര്യം എന്ന്
വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലപോലെ ഉറക്കം കിട്ടുന്നുണ്ട്. അതായത് ഇതുവരെ യോഗ ചെയ്യുന്നതിന് മുന്നേയും ശേഷമുള്ള അവരുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി അവർ എടുത്തു പറയുന്ന സാധനം. നമ്മുടെ ഡീപ് റിലാക്സേഷൻ സെക്ഷന്റെ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, മിക്ക ആൾക്കാരും ഉറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് അവർക്ക് വീട്ടിൽ കിട്ടാത്തൊരു ഉറക്കം അല്ലെങ്കിൽ അത്ര റിലാക്സ്ഡ് ആയിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മെഡിറ്റേഷൻ ഒക്കെ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇതൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ററാക്ഷൻ ഒക്കെ വന്നിട്ട് ഏറ്റവും വേറൊരു കാര്യം അതാണ്. അതായത് ഇവിടെ വന്ന് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മിസ്സാവുന്ന ദിവസം വീട്ടിൽ ചെയ്യാൻ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. എല്ലാരും പറയുന്നത് ഒറ്റയ്ക്ക് യോഗ ചെയ്യല് നടക്കുന്നില്ല. മെയിൻ പ്രശ്നം അത് ഒറ്റയ്ക്കാവുമ്പോ മടിക്കും. ഹോം വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞു പോയാലും അതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയും കൂടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉറപ്പായിട്ടും എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് ആ ഒരു പോസിറ്റിവിറ്റിയും കൂടെ വരും. അപ്പൊ അത് എന്താണെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ കാര്യം ഇപ്പൊ നേരത്തെ എടുക്കുക, ഉറക്കക്കുറവാണ് എല്ലാവരുടെയും പ്രശ്നം. അവിടെ നിന്നാണ് ബേസിക് ആയിട്ട് തുടങ്ങുന്നതെന്ന് തന്നെ പറയാല്ലേ. ആ പ്രോപ്പർ ആയിട്ട് ഒരു ഉറക്കം കിട്ടാത്ത അടുത്ത ദിവസം കുറച്ചുകൂടി ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ഈ ഇപ്പൊ ഇങ്ങനെ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കോളം ഇങ്ങനെ പോവുക ഉറക്കം ഇല്ലാതെ. അപ്പൊ ഈ ഉറക്കം കിട്ടാതെ വന്നിട്ട് ആ സ്ട്രെസ് കൂടിയിട്ട് അത് പിന്നെ എന്തിലോട്ടൊക്കെ ലീഡ് ചെയ്യും? നമുക്ക് ബിപിയിലെ വേരിയേഷൻ മെയിൻ ആയിട്ട് വരും. പിന്നെ നമുക്ക് സ്ട്രെസ് കൂടുന്തോറും നമ്മുടെ ഗട്ടിൽ ഇഷ്യൂസ് വരും. അപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്റ്റഡ് ആണ്. നമ്മുടെ ഗട്ടും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കണക്റ്റഡ് ആണെന്ന് പറയേണ്ടി വരും. നമ്മുടെ സ്റ്റുഡന്റുകൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രാണായാമ സെക്ഷൻ. ഹെൽത്തിന്റെ അവരുടെ ഡൈജഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത്. ഫാത്തിമ ഇപ്പൊ യോഗയിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഇതിനു മുന്നേ യോഗ ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്തൊക്കെയാ തോന്നുന്നത്? യോഗയിലേക്ക് വന്ന ടൈം പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 2018 ഞാൻ തുടങ്ങുന്നത്. അതിന് മുന്നേ കൊച്ചിലേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഡെയിലി പോയി ചെയ്യലൊന്നുമില്ല. വീക്കിലി വൺസ് ഫാമിലി ആയിട്ടൊക്കെ അടുത്തൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യും. അതിന്റെ കുറച്ച് ഓർമ്മയൊക്കെ ഉള്ളു. പിന്നെ ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ ചെയ്ത കോഴ്സിലേക്ക് വന്നപ്പോഴാണ് യോഗ എന്നുള്ളൊരു ആ ഒരു ടോപ്പിക് എത്ര സീരിയസ് ആണെന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അപ്പം അന്ന് തൊട്ട് യോഗ ചെയ്യുന്നുണ്ട്. യോഗ കൊണ്ട് പേഴ്സണലി ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ തന്നെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് എല്ലാവരോടും പറയാറുണ്ട്. കാരണം ഞാൻ യോഗ പഠിക്കാൻ പോയ ടൈമില് എങ്ങനായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എൻ്റെ ബോഡി മൊത്തത്തില് ആ ഒരാളെ അല്ല ഞാനിപ്പം. കംപ്ലീറ്റ്ലി യോഗ ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയ ഒരാളാണെന്ന് പറയാം. മറ്റേ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഇറക്കാം. നമുക്കത് ആഡൊക്കെ പോകാൻ പറ്റിയ സാധനമാണ്. അപ്പൊ നമ്മള് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ യോഗ തുടങ്ങുന്ന ടൈമില് എനിക്ക് ഏതാണ്ട് ഒരു 68-70 ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു വെയിറ്റ്. ഒട്ടും ഹെൽത്തി അല്ലായിരുന്നു, ഭയങ്കര വീക്കായിരുന്നു. അപ്പം യോഗ തുടങ്ങിയപ്പോൾ മെയിൻ വ്യത്യാസം വന്നു തുടങ്ങിയത് എന്റെ ബോഡിയിലായിരുന്നു. ചേഞ്ച് വന്നു തുടങ്ങി. ഞാൻ നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ഒക്കെ വന്നു. അപ്പോഴാണ് ശരിക്കും യോഗ ചെയ്താൽ വെയിറ്റ് ലോസ് വരില്ല എന്നൊരു മിസ്കൺസെപ്ഷൻ. അതെ, ഞാനും അതാ വിചാരിച്ചിരുന്നത്. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നുവെച്ചാൽ യോഗ കൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ അന്നത്തെ ധാരണ അതായിരുന്നു. അതായത് വെയിറ്റ് കുറയണമെങ്കിൽ ഞാൻ ജിമ്മിൽ പോകണം, ആ ഒരു ധാരണയായിരുന്നു. പക്ഷെ എന്റെ ആ ഒരു ധാരണ അപ്പാടെ അല്ലെ എന്നെയും എന്റെ ചുറ്റിലുള്ളവരുടെ ധാരണകളെ മൊത്തം പൊളിച്ചടുക്കിയ സാധനമായിരുന്നു എനിക്ക് വന്ന ട്രാൻസ്ഫോർമേഷൻ. യോഗ ചെയ്ത് വണ്ണം കുറഞ്ഞെന്ന് പറയുമ്പോൾ എല്ലാരും ചോദിക്കും യോഗ ചെയ്ത് എങ്ങനെ വണ്ണം കുറയും? അതാ ഇപ്പോഴും പലയിടത്തും പറയുമ്പോഴത്തേക്ക് പലരും വിശ്വസിക്കത്തില്ല. പണ്ടത്തെ പിക്കൊക്കെ വരുമ്പം ഇത് ഞാനാന്നോ എന്നൊക്കെ ഇങ്ങനെ എടുത്തു ചോദിക്കും. അപ്പം ക്ലാസ്മേറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമല്ലോ. അപ്പം അടുത്തിരിക്കുമ്പോ ഇത് പണ്ടത്തെ പിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോണിലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അയ്യോ ഇതെന്ത് ഇങ്ങനെ ഇരുന്നല്ലേ എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറയാ ഇപ്പൊ ഇങ്ങനെ മാറി, അപ്പൊ എങ്ങനെ ചോദിച്ചു വെക്കും. അപ്പൊ യോഗയാന്ന് പറയാം. അതേപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ പിക്കുകൾ പോസ്റ്റ് ചെയ്യുമ്പോ എല്ലാരും പഴയ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ചോദിക്കും എടി എങ്ങനെ വണ്ണം കുറച്ച്, ഡയറ്റും എല്ലാം പറഞ്ഞു തരുമോ അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം എടി ഞാൻ യോഗ ചെയ്തായിരുന്നു, പിന്നെ അതിന്റെ കൂടെ ഡയറ്റും നോക്കിയായിരുന്നു, ഫുഡ് ഹാബിറ്റ് നല്ല മോശമായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ പറയും യോഗ ചെയ്താൽ വണ്ണം കുറയുമോ? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഞാൻ കുഴഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ തന്നെ അതിന് നല്ലൊരു എക്സാമ്പിളാണ്. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനൊരു പാടാണ്. അതെ, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ യോഗയിൽ വരുമ്പോ മെയിൻ അവരുടെ കൺസേൺ ഇതാ യോഗ ചെയ്താൽ വണ്ണം കുറയുമോ. ഞാൻ എന്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ കുറെ പറയാറുണ്ട്. എന്റെ പഴയ പിക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ പേർക്കൊക്കെ ഇപ്പോഴും അതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. യോഗയ്ക്കകത്ത് മെയിൻ ആയിട്ട് വരുന്ന സാധനമാണ് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പം യോഗ
ഒരു ലൈഫ് സ്റ്റൈൽ ആക്കാൻ പറ്റുന്ന ഒന്നാന്ന് പറഞ്ഞു. ഒരാൾ എഴുന്നേൽക്കുമ്പോ തൊട്ട് ഉറങ്ങുന്നവരെ ഇങ്ങനെ പോവാന്നുള്ളത്. അപ്പൊ ശരിക്കും മറ്റേ ഒരു കാര്യം പറയത്തില്ലേ, ദിനചര്യ നമ്മള് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, എന്നിട്ട് കിടക്കാൻ പോകുന്നത് വരെ അതിൽ പറയുന്നുണ്ട്. അപ്പം ഡോക്ടർ എപ്പോഴെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട്? ഉറപ്പായിട്ടും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു എനർജി ഒക്കെ നമുക്ക് ഫുൾ ഡേ ഫീൽ ചെയ്യും. യോഗ ഇപ്പൊ ഡെയിലി ചെയ്യുന്നവർക്ക് മെയിൻ ആയിട്ട് അവർ പറയുന്നത് ആ എനർജി അങ്ങനെ കീപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. നമ്മൾ ശരിക്കും എന്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് യോഗ ചെയ്തോണ്ടിരിക്കുന്നു, ചെയ്യാത്ത ദിവസം ദേഹത്തൊക്കെ ഭയങ്കര കഴപ്പും ഒരു വേദന ഒരു ക്ഷീണ ഇത് തോന്നുന്നു. അത് സത്യമാ. കാരണം ഡെയിലി ചെയ്തോണ്ടിരുന്നിട്ട് അത് എത്ര നല്ലതാണ് അന്നേരം മനസ്സിലാവുന്നത്. കാരണം ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ഒരു ഫീലിംഗ് കാരണം വീണ്ടും ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ തോന്നും. നമ്മുടെ പല സ്റ്റുഡൻസും പറയുന്നത് മെയിൻ ആയിട്ട് മുടങ്ങാതെ വരുന്നത് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ഫുള്ള് പ്രസന്റ് വരുന്നത് ഇപ്പൊ അവർക്ക് ഒരു മത്സരം പോലെ. കാരണം ആര് ലീവ് എടുക്കാതെ ഫുൾ ഡേ അറ്റൻഡൻസ് വരും. അവരുടെ ഇടയിൽ തന്നെ മെയിൻ ഒരു ചർച്ച അവരും പറയാറുണ്ട് ചെയ്യാത്ത ദിവസം ഭയങ്കര ക്ഷീണമാണ്. ആ ക്ഷീണം കാരണമാണ് എത്ര വൈകിൽ അല്ലെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങ് പോരുന്നതൊക്കെ. അപ്പൊ ഈ രാവിലെ ഇപ്പൊ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ, ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം അതാണ് എന്റെ മെയിൻ. അത് കളയാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യാൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ആകെ കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അതിനേക്കാൾ യോഗ ചെയ്യാൻ ഇഷ്ടം ഒരു 8-9 അല്ലെങ്കിൽ ഒരു 7-8 മണി ആ സമയത്തായിരിക്കും. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നല്ലൊരു ടൈം പോകുമല്ലോ, 4 തൊട്ട് 6 വരെ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത് തന്നെ. ആ ഒരു ടൈമിലാണ് ഞാൻ യോഗ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം അത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കോ? ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മള് എംപ്റ്റി സ്റ്റൊമക്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇപ്പൊ നട്ടുച്ചയ്ക്കൊന്നും യോഗ ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് അതനുസരിച്ച് ഡീഹൈഡ്രേഷൻ ഒക്കെ വരും. പക്ഷെ ആ ഒരു 7 to 8 എന്നുള്ള ടൈമിംഗ് ഒന്നും കുഴപ്പമില്ല, ആ സമയത്തായാലും നമുക്ക് ചെയ്യാം. ഈ ഇപ്പൊ ഡീഹൈഡ്രേഷന്റെ കാര്യം പറഞ്ഞേ, ഇപ്പം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്കാ വെയിറ്റ് ലോസിനകത്ത് വരുന്നത്. അപ്പം ഈ വെയിറ്റ് ലോസും യോഗ ആ ഒരു രീതിയിൽ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാരും കുറച്ച് സെറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഈ യോഗ ചെയ്താൽ വിയർക്കത്തില്ല, യോഗ ചെയ്താൽ ശരിക്കും വിയർക്കരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണേലും കുറച്ച് ഇന്റൻസിറ്റി, അല്ലെങ്കിൽ നമ്മൾ സൂര്യ നമസ്കാരം ഒക്കെ ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം സെറ്റിംഗ് വരും. അതിപ്പം സ്ലോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്യും, കുറച്ച് ചെറുതായിട്ടൊരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അപ്പം തീരെ വിയർക്കത്തില്ല അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോൾ വിയർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ പറയാൻ നമുക്ക് അതൊരു മിത്തായിട്ട് തന്നെ പറയാം. പിന്നെ ഇപ്പൊ ഈ ഫുഡിന്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ദിനചര്യക്കകത്ത് പ്രധാനമായിട്ട് എല്ലാവരും പറഞ്ഞു പോകുന്നത് ഫുഡിന്റെ കാര്യം. അപ്പൊ ഫുഡിന്റെ ടൈമിങ് പറയുമ്പോൾ അക്കോർഡിംഗ് ടു യോഗ നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ടൈം ആയിട്ട് കുറെ ടൈം പറയത്തില്ല. അതെ, നമ്മളിപ്പം യോഗ ചെയ്ത് ഉടനെ പോയി ഇപ്പം ഞാൻ യോഗ ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് പോയി എനിക്ക് സമയമില്ല, ഓഫീസിൽ പോകണം, അപ്പം ഓടിപ്പോയി കുളിച്ച് ഫുഡ് കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. മിനിമം ഒരു 20 minutes എങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷമേ നമ്മൾ ബാക്കി ആക്ടിവിറ്റീസിലേക്ക് പോകാറുള്ളൂ. ഇപ്പൊ ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവര് പറയുന്ന പ്രധാന പ്രശ്നം അവർക്ക് സമയമില്ല. അതെ, അതായത് ഇപ്പം ശരിയാണ്, നോക്കുമ്പോ ശരിയാ, രാവിലെ എഴുന്നേൽക്കുക, ഓഫീസിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ, അതിന്റെ ഇടയ്ക്ക് അവർ എപ്പോ യോഗ ചെയ്യും? ശരിക്കും നമ്മൾ ഈ യോഗ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ട. നമ്മളൊന്ന് ആ ഒരു ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ലൂസനിങ് ചെയ്യുക, എന്നിട്ട് സൂര്യ നമസ്കാരം 12 റൗണ്ട് ചെയ്യാൻ ശരിക്കും 10 മിനിറ്റ് ഒക്കെ മതി. അപ്പൊ ഈ 12 റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 416ഓളം കാലറീസ് ബേൺ ആവും. പിന്നെ എല്ലാ ജോയിന്റ്സിനുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. സൂര്യ നമസ്കാരം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, കാരണം അതിനകത്ത് പ്രാണായാമത്തിന്റെ ആസനങ്ങളുടെ കോമ്പിനേഷൻ. അപ്പം ആസനങ്ങൾ ചെയ്ത ബെനിഫിറ്റും കിട്ടും, പ്രാണായാമത്തിന്റെ ഇതും കിട്ടും. അതേപോലെ പറയേണ്ട സാധനമാ ഇപ്പൊ യോഗ ചെയ്യുമ്പോ ബ്രീത്ത് എടുക്കാത്തത്. അതായത് എല്ലാരും വരുത്തുന്ന പ്രധാന മിസ്റ്റേക്ക് ആണ്, അതായത് ബ്രീത്ത് എടുക്കത്തില്ല. കാരണം അവർക്ക് ആ പോസ്റ്ററിലോട്ട് എത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവര് ബ്രെത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പം അങ്ങനെ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നോണ്ട് നമുക്ക് ദോഷമാണോ ഉണ്ടാവുന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രീതിങ്, അതായത് മൂക്കിൽ കൂടെ വാ തുറന്ന് വായിൽ കൂടെ ബ്രീത്ത് ചെയ്യാതെ മൂക്കിൽ കൂടെ തന്നെ ബ്രീത്ത് ചെയ്യുക. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പം നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെയൊക്കെ നമ്മൾ യോഗ ചെയ്യിക്കുമ്പം അവരോട് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറയുന്നത് നല്ല പാടാ. അതെ, അവർക്ക് അത്ര ഒരു കപ്പാസിറ്റി, ലങ് കപ്പാസിറ്റി ഒന്നും കാണില്ലല്ലോ. ഇല്ല, അതാ ഇപ്പൊ ഈ 60 വയസ്സിനൊക്കെ മുകളിലുള്ളവർ വന്നിട്ട് ചെയ്യുമ്പം അവർക്ക് എന്താണേലും ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരിങ്ങനെ ബ്രീത്ത് എടുക്കുമ്പോ അതുകൊണ്ട് അവർക്ക് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വരും? ഇല്ല, അവർക്ക് ബൈ പ്രാക്ടീസ് പതുക്കെ
കുറച്ചുകൂടെ അവരുടെ ലങ് കപ്പാസിറ്റി ഒക്കെ കൂട്ടിയെടുക്കാം. അപ്പം എല്ലാം മെയിനായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ച് പോകുന്നത് ആ ഒരു രീതിയാണ്. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരുടെയും ഇതിൽ കിടപ്പുണ്ട്. കാരണം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. യോഗ എന്ന് പറഞ്ഞാല് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എല്ലാവരുടെയും. അതെ, ഞാനിപ്പോ മെയിനായിട്ട് ഇപ്പം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന കാര്യം ചോദിക്കുന്നത് തന്നെ അതാണ്. ചോദിക്കാൻ കാര്യം അത് തന്നെ. അപ്പം ഈ റൂളൊന്നും ഫോളോ ചെയ്തില്ല, അല്ലെങ്കിൽ ഈ രീതി പോയില്ലെങ്കിൽ യോഗ കൊണ്ട് ഗുണം ഉണ്ടാവത്തില്ല എന്നൊരു വിചാരമാണ് എല്ലാവർക്കും. ഇല്ല, നമുക്ക് വൈകിട്ട് വേണമെങ്കിൽ യോഗ ചെയ്യാം. വൈകിട്ട് സമയം പറഞ്ഞോണ്ട് ചോദിക്കും. അപ്പൊ വൈകിട്ട് എത്ര മണി വരെ നമുക്ക് യോഗ ചെയ്യാം? വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പുറം പോവാത്തതാണ് നല്ലത്. പിന്നെ കാരണം നമ്മുടെ ഫുഡ് കഴിക്കുന്നതൊക്കെ പിന്നെ ഡിലേ ആവും, പിന്നെ ഉറങ്ങുന്നത് ഡിലേ ആവും. അപ്പൊ ഇപ്പൊ അതിന് മുന്നേ ഫുഡ് കഴിക്കുന്നതാക്കിയാൽ ഇപ്പം യോഗ ചെയ്യുന്ന കുറച്ചുകൂടെ നീണ്ടു പോവാന്ന് വെച്ചപ്പോ കുറെ കഴിച്ചിട്ട് യോഗ ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ നേരത്തെ സന്ധ്യക്ക് കഴിക്കാം, ഒരു 6:30 അല്ലെങ്കിൽ ഒരു 7 മണിക്ക് നമ്മൾ ഡിന്നർ കഴിച്ച് അതെല്ലാം റെഡി ആക്കിയെന്ന് വെച്ചു. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരു 8:30 യോഗ ചെയ്യുകയാണെന്ന് വെച്ചോ. അത് കാരണം എന്തായാലും ഈ ഈവനിങ് എന്നുള്ള ടൈമിൽ നമ്മൾ എന്തായാലും ഒരു എംപ്റ്റി സ്റ്റമക്കിലായിരിക്കത്തില്ല, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും ഒരു ഇത് കാണും. അപ്പൊ ആ സമയത്ത് യോഗ ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും നമ്മള് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള ആഹാരമൊക്കെയാണ് ഒരു 3 hours വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് യോഗ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത. പിന്നെ നമുക്ക് സ്ട്രെച്ചസ് ഒക്കെ ചെയ്യാം, കറക്റ്റ് യോഗാസനങ്ങളല്ലാതെ കട്ടില് തന്നെ കിടന്ന് ബാക്ക് പെയിൻ ഉള്ളവർക്ക് അതിനുള്ള സ്ട്രെച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാണായാമത്തിന് കുഴപ്പമില്ല. ആസനാസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കഴിവതും ഒരു എംപ്റ്റി സ്റ്റമക്കിൽ ചെയ്യാം. പ്രാണായാമം മെഡിറ്റേഷനും ഒന്നും കുഴപ്പമില്ല. മെഡിറ്റേഷനും ബെറ്റർ ടൈം ഒക്കെ പറയത്തില്ല. ഇപ്പം പൊതുവെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, തുറന്നൊരു പുല്ലിന്റെ മൈതാനത്തിരിക്കുക. അങ്ങനെയല്ല, നമുക്ക് ബെഡിൽ കിടന്നാലും മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ തന്നെ പല രീതിയിലുണ്ട്. ഇപ്പൊ മ്യൂസിക് വെച്ചുള്ള മെഡിറ്റേഷൻ ഉണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെന്താ നമ്മള് മന്ത്രങ്ങളൊക്കെ ചാൻഡ് ചെയ്തുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അപ്പം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാള് മെഡിറ്റേഷനിലേക്ക് വരുമ്പം ഫോക്കസ് ചെയ്യാൻ എന്താണെങ്കിലും അയാൾക്ക് പറ്റത്തില്ല. 1 മിനിറ്റ് തന്നെ ഇരിക്കാൻ പറ്റിയ വലിയ കാര്യം. അപ്പം അങ്ങനെയുള്ള ഒരാള് ഗൈഡഡ് മെഡിറ്റേഷൻ എടുക്കുന്നതാണോ നല്ല, അതോ മ്യൂസിക് ആ ഒരു രീതിയിൽ? ഗൈഡഡും മ്യൂസിക്കും ഒരേ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കൊടുക്കാറുള്ളപ്പം ഒരേ രീതിയിൽ എഫക്റ്റീവ് ആണ്. ഗൈഡഡ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവരുടെ മനസ്സിനെ ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റും. മ്യൂസിക് ആകുമ്പോൾ നമ്മളോട് മ്യൂസിക്കിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറയുമെങ്കിൽ അവര് പലതും ഒരു ഇമേജ് ഒക്കെ മനസ്സിൽ കൊടുത്തിട്ട് അതിൽ ശ്രദ്ധിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം അത് വഴിക്ക് പിന്നീട് ഉറങ്ങിയും പോകും. അപ്പൊ ഈ നമ്മളിപ്പോ ഉറങ്ങുന്നതിന് മുന്നേ ഇപ്പൊ ഇങ്ങനെ പല ചിന്തകളൊക്കെ എല്ലാവർക്കും വരും. ഓരോ സിനോറിയോസ് ഉണ്ടാക്കുക തലയില്, ഉറങ്ങാൻ നേരമാണല്ലോ നമ്മൾ ഓരോന്ന് ചിന്തിച്ചൊക്കെ കിടക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഉറങ്ങാൻ പോകുമ്പം ഇങ്ങനെയൊക്കെ സിനോറിയോസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ നല്ലതാണോ? അത് നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ മെയിൻ ആയിട്ട് അത് നമ്മൾ ഒഴിവാക്കാം. അതിന് ഇതുപോലെ നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് കിടക്കാം. കുറച്ച് ഒന്ന് കൂളിംഗ് ആയിട്ടുള്ള പ്രാണായാമങ്ങളൊക്കെ കൊടുക്കാം, നമ്മുടെ ശീതളിയൊക്കെ പോലെ. അപ്പൊ ഈ നമ്മളിപ്പോ ഉറങ്ങുന്നതിന് മുന്നേ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ മെഡിറ്റേഷൻ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് ഓർത്തിട്ട് അവരതില് ചിലരങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ. അതെ, നമ്മൾ സ്ട്രെസ് റിഡക്ഷന് വേണ്ടി മെഡിറ്റേഷൻ കൊടുത്തിട്ട് അവർക്ക് അതിലും വലിയ സ്ട്രെസ് ആവുന്ന ഒരു ഇത്. അങ്ങനെ അത് കുഴപ്പമില്ല. നമ്മുടെ ഒരു മൈൻഡ് കൺട്രോൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പിന്നെ നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു ഇതനുസരിച്ച് ചില ദിവസം നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് മെഡിറ്റേഷൻ, അപ്പൊ അത് നോർമലാണ്. അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, അത് ഓർത്താരും ടെൻഷൻ ആവണ്ട. അപ്പം ഡോക്ടർ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഏത് സമയമാണ് ഡോക്ടറിന് പേഴ്സണലി ഇഷ്ടം മെഡിറ്റേഷൻ? എനിക്ക് പേഴ്സണലി മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടം ഉറങ്ങുന്നതിന് മുന്നേ നല്ല സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് കേട്ട്. ഞാനും ചെയ്യാറുണ്ട്. യൂട്യൂബിലൊക്കെ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഈ ഗൈഡഡ് ആയിട്ടുള്ള ഉണ്ടല്ലോ. എനിക്ക് പക്ഷെ ഉറങ്ങാൻ നേരം ഗൈഡഡ് അത്ര എനിക്ക് താല്പര്യമില്ല. എനിക്ക് സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് ആണ് കുറച്ചുകൂടെ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. എനിക്ക് പേഴ്സണലി ഈ കഥയൊക്കെ കേട്ടിട്ട് ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ചില ദിവസം എങ്ങനെയൊക്കെ ഞാൻ ഉറങ്ങാൻ നോക്കിയാലും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കുന്നൊക്കെ കേൾക്കണമെന്ന് തോന്നും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഞാൻ പോഡ്കാസ്റ്റ് ആയിരുന്നു കേൾക്കുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്നറിയാമോ, ഈ അവരൊരു ടോപ്പിക് എടുത്തു വെച്ചിട്ടായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ആ ടോപ്പിക് ആയിരിക്കും എന്റെ മൈൻഡിൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഉറക്കത്തിൽ എന്തെങ്കിലും സ്വപ്നം കാണുവാന്നിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ചില സമയത്ത് സിനിമയായിരിക്കും, ആക്ഷൻ മൂവീസിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ സ്വപ്നം പിന്നെ വയലൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഗൈഡഡ് മെഡിറ്റേഷൻ രാത്രി
പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതല്ലേ? ആ അപ്പൊ അതെ അങ്ങനെ അതെ തോട്ടൊന്നും പോവാതിരിക്കാനും better. നല്ലതാ ചെയ്യുന്നത് നല്ലതാ. ഈ ഡ്രീം കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് പ്രശ്നം വരും. അതായത് ഇപ്പം പിന്നീട് ഉറക്കം ഉറക്കം ഇല്ലാതിരിക്കുക വരത്തില്ല, അല്ലെങ്കിൽ ഉറങ്ങിയാൽ തന്നെ ഒരു സുഖം തോന്നത്തില്ല. തോന്നത്തില്ല ചില സമയത്ത് എനിക്ക് വരാറുണ്ട്, ഉറങ്ങി കഴിയുമ്പം ഉറങ്ങിയിട്ട് എന്തെങ്കിലും സ്വപ്നം കാണുക, പക്ഷെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ആയിട്ടുള്ള സ്വപ്നങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങിയതിന്റെ ഗുണം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്നാ ഉറങ്ങിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ഷീണമായിരിക്കും കണ്ടിന്യൂസ്. പിന്നെ. അതെ അതെ അപ്പൊ ഈ ടൈമില് നമ്മള് മെഡിറ്റേഷൻ വെക്കുമ്പോ ഗൈഡഡ് വെക്കണോ അതോ ഒരു മ്യൂസിക് ആ എന്നുള്ള സമയത്ത് കുറച്ച് സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബെറ്റർ. അതെ അതെ പിന്നെ ഈ എല്ലാരും വിചാരിക്കുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോ മറ്റേ സെന്റഡ് കാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെക്കണം. ഇല്ല അങ്ങനില്ല അങ്ങനില്ല. എനിക്കൊരു അനുഭവം ഉള്ളതാണ്. സെന്റഡ് ക്യാൻഡിലൊക്കെ വെച്ച് അവസാനം എനിക്ക് ചുമയായി, എന്റെ അലർജി കൂടി ഞാൻ എഴുന്നേക്കേണ്ടി വന്നു. അതെ. അപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. അങ്ങനൊന്നും നമ്മളിപ്പോ ഈ മെയിൻ ആയിട്ട് ഇൻസ്റ്റയിലും ഒക്കെ കാണുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ തുറസായ ഒരു സ്ഥലം അല്ലെങ്കിൽ റൂമിനകത്ത് ക്യാൻഡിലൊക്കെ കത്തിച്ച്. പ്രത്യേകിച്ച് നമ്മള് രാത്രിയിലൊക്കെ വെന്റിലേഷൻ ഇല്ലാതെ ക്യാൻഡിൽസ് കത്തിച്ച് വെക്കുന്നത് ഭയങ്കര അപകടമാണ്. സത്യം. കാരണം മോണോക്സൈഡ് പോയിസണിങ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത. ഓക്കെ. അപ്പൊ സെന്റഡ് കാൻഡിൽസ് ഒന്നും വേണ്ട. ഒന്നുമില്ലാതെ ജസ്റ്റ് മ്യൂസിക് മാത്രം കേട്ടിട്ട് കിടന്നാലും മതി. അല്ലെങ്കിൽ നല്ല പ്രാണായാമം കുറെ നേരം പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മാത്രം മൈൻഡിൽ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടന്ന് അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോയിക്കോളും. ഇപ്പൊ ഈ ഉറക്കം കിട്ടാൻ വേണ്ടിട്ട് പറയത്തില്ലേ രാത്രി പാല് കുടിക്കുന്നത് നല്ലയാ. പിന്നെ അതേപോലെ തന്നെ നമ്മള് യോഗയിൽ പറയത്തില്ലേ, നമ്മള് ഈ മേരുദണ്ഡാസന തന്നെ വോളിനോട് ചേർത്ത് വെച്ച് ലെഗ് റൈസ് ചെയ്ത് വെച്ച് കുറെ നേരം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഈ എല്ലാരും പറയുന്ന ഒരു പ്രശ്നമാ യോഗ ചെയ്തിട്ട് എങ്ങനെ, അതായത് ഇപ്പം കാല് പൊക്കി വെക്കണം, ഇത് കട്ടിലെ കിടന്ന് ചെയ്താൽ ശരിയാവോ, ബെഡൊക്കെ അല്ലേ. ഇപ്പം എന്റെ കൺസേൺ അതാ. കാരണം ആൾക്കാരോട് നമ്മൾ ബെഡിലിരുന്ന് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേണമെങ്കിൽ സൂര്യ നമസ്കാരം വരെ ബെഡിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കോൺസിക്വൻസ് നമുക്ക് അറിയാമല്ലോ. വീഴും, പല പ്രശ്നങ്ങളും ഇറഗുലർ ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അപ്പം ഈ യോഗയ്ക്ക് ഇവരോട് പറഞ്ഞു കൊടുക്കുമ്പം നമ്മള് ആ ഒരു ഐഡിയ അവരിലേക്ക് എത്തിക്കണം. അതായത് നമ്മളിപ്പം ഉറങ്ങാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമാണ് ലെഗ് റൈസ് ചെയ്ത് വെക്കുന്നത് എന്ന്. അതുപോലെ നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്ക് സ്ട്രെച്ചസ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് കിടക്കുമ്പോൾ കുറച്ചുകൂടി ഒരു, കാരണം ഈ പെയിൻ കാരണം ചിലർക്ക് ചിലപ്പോൾ ഉറങ്ങാനൊക്കെ ഈ സ്ട്രെച്ചസ് ചെയ്ത് കിടക്കുമ്പോൾ ഒരു സുഖമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നായിരുന്നു ഉറക്കത്തിന്റെ കാര്യം. ഇപ്പൊ പാല് കുടിച്ച ഉറക്കം കിട്ടും എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പാലിപ്പം കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് അത് തീരെ പറ്റത്തില്ല, അലർജി ഉള്ളവർക്കും പറ്റത്തില്ല. അപ്പം ഈ പാല് സ്ഥിരമായിട്ട് കുടിച്ച് ശീലമുള്ളവരാ. അപ്പൊ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം, അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ദഹനക്കേടും കാര്യമൊക്കെ ആയിട്ട് ഉറക്കം പോകും. പക്ഷെ ഈ ശീലം അവർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പകരമായിട്ടൊരു ഡ്രിങ്ക് പറയാം, നമ്മൾ എന്തായിരിക്കും ബെറ്റർ? നമുക്ക് തുളസിയൊക്കെ ഇട്ട് വേണമെങ്കിൽ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കാം. പിന്നെ നമുക്ക് ഡ്രിങ്കിനേക്കാൾ നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് അശ്വഗന്ധ, സർപ്പഗന്ധ, ശംഖുപുഷ്പിയുടെ ഒക്കെ ടാബ്ലറ്റ്സ് ഒക്കെ ഒന്ന് ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്ന പോലത്തെ ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ ഈ ഉറക്കം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അശ്വഗന്ധയോ സർപ്പഗന്ധയുടെ ഒക്കെ, സർപ്പഗന്ധ ഒക്കെ BP ഒക്കെ കുറയ്ക്കുന്ന ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അതൊക്കെ കഴിച്ചാൽ ഉറക്കം ഒന്നിതാവും. അപ്പൊ നമ്മളിപ്പോ ഇന്ന് മെയിൻ ആയിട്ട് യോഗയും അതെങ്ങനെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ചർച്ച ചെയ്തത്. അപ്പൊ ഒരുവിധം മിത്തും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റി, പക്ഷെ എല്ലാം പറയാൻ പറ്റിയില്ല. അതൊരു വലിയൊരു ടോപ്പിക് ആയിട്ട് തന്നെ പറയണ്ടേ. അപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയേക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതല്ല ഡയറക്റ്റ് മെസ്സേജ് അയക്കാനാണെങ്കിൽ ചെയ്യാം. നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു പോഡ്കാസ്റ്റ് വരികയാണ്. യോഗ ഇത്ര സിമ്പിൾ അല്ല, അതൊരു വലിയ ടോപ്പിക്കാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പോഡ്കാസ്റ്റ് കാണാം.